അമ്മക്ക് സന്തോഷമായ സന്തോഷം ഉണ്ടാകാതിരിക്കട്ടെ. അമ്മയുടെ സന്തോഷാണ്. ഞാൻ പറഞ്ഞ അർത്ഥമൊക്കെ മനസ്സിലായോ? ഈ സന്തോഷം ഇവിടെ ക്യാൻസൽ. ഇതോടുകൂടി സന്തോഷം തീർന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ അടുത്ത സന്തോഷം 10 മാസത്തിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. അറിയിച്ചില്ലെങ്കിലും അറിഞ്ഞോളൂ ഞങ്ങളെല്ലാം. അതെ, അതാരും അറിയിച്ചിട്ട് അറിയുന്ന കാര്യമാണ്. അതെ, തങ്ങൾ ഹാപ്പി അല്ലേ? ശരിക്കും ഹാപ്പി അല്ലേ? എനിക്കൊരു ഹാപ്പിനെസ് കുറവും ഇല്ല മോനെ. ഈ അച്ചായൻ സോജൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഒരുപക്ഷെ ഇയാളുടെ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ ഒരു വട്ടമെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ള ഉറപ്പായിട്ടും എല്ലാവരും വീണ്ടും വീണ്ടും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇതിനകത്ത് എന്തൊക്കെയോ സ്വന്തം മോനെ ആ അമ്മ കുത്തുന്നതായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ എക്സ്പ്രഷൻ, മകൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഉടായ്പ മണക്കുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് നിങ്ങളെല്ലാവരും, എല്ലാ ആൾക്കാരും ഈ വീഡിയോ കണ്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസിനിടയിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടി ഗർഭിണിയാണോ എന്ന്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഗർഭിണികൾ എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന വയറ് ഒന്നൊന്ന് എന്താ പറയുന്നത് കൊണ്ട് നടക്കുന്നത്, അതിനൊരു കെയർ കൊടുക്കുന്നത് പ്രത്യേക രീതിക്കായിരിക്കും. നടക്കുന്ന സമയത്ത് നമ്മളെവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ആ ഒരു രീതി ആ കുട്ടിയിൽ എനിക്കും തോന്നി, ഫീൽ ചെയ്തൊരു സംഭവമാണ്. ഇനി ഇങ്ങനെ വല്ലതും ആയി അവസാനം കൈയൊഴിയാൻ പറ്റാതെ ആയിപ്പോയതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ അമ്മ ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലുള്ള വിശേഷങ്ങളാകുമ്പോൾ ഉറപ്പായിട്ടും വെളിയിൽ വരും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുച്ചിൻ്റെ മുഖഭാവവും പോകുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് തോന്നിപ്പോകുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് ഇതിന് മുന്നുള്ള കാമുകി ജിനു എന്ന് പറയുന്ന ആ പെൺകുട്ടി, അതുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂസ് ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ആ ചാനൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 2 ദിവസം മുൻപ് ആ പെൺകുട്ടി വന്നിടുന്ന് ഭയങ്കരമായിട്ട് ഇയാൾ അങ്ങനെയാണ് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നൊരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് മുന്നേ ഈ ഒരു മനുഷ്യനെ പറ്റി അവരെന്താ പറഞ്ഞിരുന്നതെന്ന് കേട്ടു നോക്കാം. ഒരു 3 മാസം മുന്നാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഈ സ്ത്രീ അയാളെ എങ്ങനെയൊക്കെ ഇരുത്തി പൊരിക്കാമോ അത് കൃത്യമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് അയാളെ അട്ടപടലം കീറി ഒട്ടിക്കുക എന്നൊക്കെ പറയത്തില്ല, അതുപോലാണ്. ആ ഒരു ഇൻ്റർവ്യൂയുടെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീ എന്താ അയാളെ ഇത്രത്തോളം താറടിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇയാൾ കാണിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു അവരുടെ ദേഷ്യം ഉണ്ടല്ലോ അത് മൊത്തം അവർ തീർത്തയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഒരുപാട് അവരെ ഈ പറയുന്ന വേദനിപ്പിക്കുകയും അവരെ മുതലെടുക്കുകയൊക്കെ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്പേസ് കിട്ടുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്നൊക്കെ ഇത്രയും കൂളായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഉടായ്പ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ മണക്കുന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടൊരു കാര്യമാണ്. ഒരുപക്ഷെ മേ ബി ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പൈസ പോലും മാസ ശമ്പളം പോലും കിട്ടാതെ ഒരാളുടെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് പോയി നിൽക്കുക, എന്നിട്ട് ഈ പറയുന്ന ആ ഒരു ഫോട്ടോ വരുന്ന സമയത്ത് അതെല്ലാവരും കണ്ടൊരു കാര്യമാണ്, അത് എഡിറ്റഡ് ആണെന്നൊക്കെ ഇപ്പം പറയുന്നത്. അങ്ങനെ ഒരു കുറേ കാര്യങ്ങളിലേക്ക് വരിക, ഉപദ്രവിച്ചു എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവല്ലേ ചെയ്യുന്നത്. ഇനി ഇപ്പം കിടന്ന് കരഞ്ഞു പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകെ കൂടെ വന്ന ഒരൊറ്റ അടിയുണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ള, ഒരൊറ്റ അടി അടിക്കുന്നു. അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി തീരുമെന്ന് അറിയാലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണ് പോയത് എനിക്കറിയില്ല, അത് എങ്ങനെ ചെയ്യണം അത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ആ കുറച്ച് നേരം ഞാൻ ഇരുന്ന് പോയി. ആ ഒരു കണ്ടീഷനായപ്പോൾ അവരമ്മ ചോദിച്ചു എന്തോ അടഞ്ഞു കാണിച്ചു അങ്ങനെ എങ്ങനെയാന്ന് നോക്കുക. അടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു അടി നടുവിനിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തർത്ഥത്തിലാണോ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല. പുള്ളിയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ, പുള്ളി മാനിനാന്ന് കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക. അപ്പം ഞാനെന്നല്ല, നോർമൽ ആര് പുള്ളിയുടെ ഫോൺ വിളിച്ചാലും ഓൾറെഡി കോൾ റെക്കോർഡറാണ് ഫോൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ഓരോ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. ആര് വിളിച്ചാലും പുള്ളി ചെയ്യുന്ന ഒരു പരിപാടി അതാണ്. അപ്പോൾ പുള്ളി എന്തെന്ന് പറയുക, പിന്നീട് പുള്ളിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക. ഇതാണ് പുള്ളി ചെയ്യുന്ന മെയിൻ പരിപാടി. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഇല്ലായ്മക്കാരെ മുതലെടുക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് പുള്ളി കാണിക്കുന്നത്. അത് വെച്ച് നമ്മളെ എന്താ പറയുക, നമ്മളങ്ങ് തളർത്തും, നല്ല രീതിയിൽ തളർത്തും.
ഈ കരച്ചിലൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അവർ തന്നെ പറയുന്നുണ്ട്, ആദ്യമായി പോയി ആ ഒരു ടൈമിൽ തന്നെ ഇവരുടെ ഫോൺ മേടിച്ച് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്തത്. ഏതൊരു അന്തസ്സുള്ള പെൺകുട്ടിയാണെങ്കിലും ഏതൊരു സ്ത്രീ ആണെങ്കിലും നമ്മളൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ജോലിക്ക് എന്തിനു വേണ്ടി പോകുന്നത്? മാസം തോറും നമുക്ക് ഒരു ശമ്പളം വേണം, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം. ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാസത്തെ ശമ്പളം തരാതിരുന്നാൽ പോലും നമ്മൾ ആ ജോലി ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോവും. അത് മേടിച്ചെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഈ സ്ത്രീ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. ഇപ്പം എൻ്റെയൊക്കെ ഫോണാണ് എറിഞ്ഞ ഒരാൾ ഇതുപോലെ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിന്ന് എറിഞ്ഞ് പൊട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ്റെ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുമായിരിക്കും ചെയ്യുന്നത്. അടുത്ത വല്ല നിയമ നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കും. അങ്ങനെയല്ലേ ഒരു സ്ത്രീ ചെയ്യാൻ തുടങ്ങുന്നത്. ഇവർ പിന്നെ അവിടെ കഴിച്ചതും കിടന്നു. അവർക്ക് ശമ്പളമേ കൊടുക്കുന്നില്ലായിരുന്നു. അല്ലപ്പുറത്തേക്ക് അയാൾ വയനാട്ടിലെ ഏതോ ഒരു വീട് വിറ്റ സമയത്ത് 1 ലക്ഷം രൂപ സഹായം ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി ഇവർ തമ്മിൽ റിലേഷൻ ആ ഒരു സംഭവത്തിലേക്ക് പോയിട്ടും ഇയാൾ കല്യാണം കഴിക്കുക ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നപ്പം പറ്റില്ല എന്ന് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും മാറിപ്പോയതായിരിക്കും. അങ്ങനെ നോക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പം അയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ദേഷ്യമോ ഈ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇപ്പം വന്നിരുന്നതെല്ലാം തുറന്നടിച്ച് പറയാനുള്ളൊരു കാരണം. അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു 3 മാസം മുന്നാണ് ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തായിരുന്നല്ലോ, അല്ലെങ്കിൽ അതുപോലെ ഇൻ്റർവ്യൂ അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ. ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നില്ല. ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു, ശമ്പളം കൊടുക്കാതെ പറ്റിച്ചു, ഇങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതിരുന്ന അയാളൊരു കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ സീക്രട്ട് ഏജൻ്റെ വീഡിയോ കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇയാളുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നു, ഇയാൾ ഇതുപോലെ തന്നെ പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ പോയി കല്യാണം കഴിപ്പിച്ചുള്ള വ്യക്തിയാണ്. സ്ത്രീകളെ വെച്ച് മറ്റു പല പരിപാടികളുണ്ട്, ബിസിനസ്സുണ്ട്, പൈസ ഉണ്ടാക്കൽ മാത്രമാണ് ഇയാളുടെ ജോലി. അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ഈ ഒരു കാര്യം വരുന്നുണ്ട്. ഇനി അതിലപ്പുറത്തേക്ക് ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കുറേ പേര് ഈ ജിനു എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നു ഞാൻ കേട്ടു. അവൾ പൈസ ശമ്പളം പോലും അവൾക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി നിൽക്കുകയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട്. അവൾ പിന്നീട് 1 ലക്ഷം രൂപ അയാളിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് അവൾ 3.5 കോടി രൂപ അയാൾക്ക് കൊടുത്തു എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് അത് വീഡിയോ കറക്റ്റായിട്ട് കാണാത്തത് കൊണ്ടുള്ള പ്രശ്നം. അതൊന്ന് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് തോന്നിയതാണ്. അതുകൊണ്ടാണ് ഇത് ഞാനത് കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ വീഡിയോ കൃത്യമായിട്ട് കുത്തിയിരുന്ന് കണ്ടൊരു വ്യക്തിയാണ്. അതിനകത്ത് അവർ പറയുന്നത് ആ സ്ത്രീ 3.5 കോടി കൊടുത്തു എന്നല്ല, ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നമൊക്കെ ഭയങ്കര വേറെ രീതിയിൽ പോയ സമയത്ത് ഇവരെ മറ്റൊരു ലേഡി കോണ്ടാക്ട് ചെയ്ത് വൈഫാണോ എന്ന് ചോദിച്ചു, അല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഫിലിം പ്രൊഡ്യൂസർ അങ്ങനെ എന്തോ സംഭവമൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് 3.5 കോടി രൂപ പിന്നെ ഒരു 50,000 കൂടെ പറ്റിച്ചു എന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കി ഇവർ ചോദിച്ച സമയത്ത് ഇയാൾ ഇവരറിയാതെ ഇവരുടെ ഫോൺ എടുത്ത് ആ സ്ത്രീയെ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നൊരു സംഭവമാണ് പറയുന്നത്. അത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ ഒരു പൈസ ഇല്ലാത്തൊരു സ്ത്രീ പിന്നെ എങ്ങനെയാണ് 3.5 കോടി അയാൾക്ക് കൊടുത്തതെന്നൊരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ഇപ്പോഴത്തെ ആ ഒരു പെൺകുച്ച് അതെനിക്ക് അത്രയും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന സ്ഥലത്ത് ഇതേപോലെ തന്നെ ഇതേ ആറ്റിറ്റ്യൂഡോട് കൂടിയ ഇതേ പേരിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് പരിചയമുണ്ട്. ഒരു അന്തപ്പാവിയായിട്ടുള്ള ഒരു പെൺകുച്ചി. ആ പെൺകുച്ചി തന്നെ ആണോ എന്ന് എനിക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഞാൻ അതിനുള്ള കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ഒരു പക്ഷേ മേ ബി ഇന്ന് രാത്രിയോ നാളെയോ എനിക്കത് അറിയാൻ പറ്റിയേക്കും. ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് കുഴിയിൽ വീണുപോയ കാര്യം തന്നെയാണ്. കാരണം അതുപോലെ തന്നെയുണ്ട്. എനിക്ക് അത്ര പരിചയമില്ല ആ കുട്ടിയെടുത്ത്. ഒരു ഷോപ്പിലായിരുന്നു, ആ ഷോപ്പിൽ വെച്ച് കണ്ട് മാത്രം പരിചയമുള്ളൊരു പെൺകുട്ടി. അതേ മുഖഛായ, അതേ സ്വഭാവം, അതേ രീതികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ സിമിലറായിട്ട് വരുന്നുണ്ട്. പേരടക്കം സിമിലറാണ്. അപ്പം ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തോ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയെന്ന് മാത്രം പറയാൻ പറ്റും. ഇതുപോലെ തന്നെ ഹോം നേഴ്സൊക്കെ ആയിട്ട് വീട്ടിൽ നിന്നതിന് ശേഷം അയാൾ തന്നെ പറയുന്നുണ്ട് കുടിച്ച് ലെക്കൊട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ വന്ന് കയറുന്നത്. ആ ടൈമിൽ എപ്പോഴെങ്കിലും പറ്റിപ്പോയി അവസാനം ഈ പറയുന്ന വേറെ വഴിയില്ലാതെ ഇതായതായിരിക്കും. ആ കുട്ടിയുടെ ജീവിതം നേരെ പോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഒരു കുഞ്ഞു പെൺകുട്ടിയാണ്, 24 വയസ്സ് എന്തോ പ്രായമുള്ളൂ. അയാളുടെ പ്രായം ഇതാണ്. എന്തോ ആവട്ടെ, ഈ പറയുന്ന ഒരു കുഞ്ഞ് കൊച്ചൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നേരെ തന്നെ പോകട്ടെ എന്ന് മാത്രമേ. ഇനിയെങ്കിലും അയാളിനി ഒരു ഉടായ്പിൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ ആ ഉടായ്പ് ഇതോടെങ്കിലും നിന്നിട്ട് നേരെ ജീവിക്കാൻ ശ്രമിക്കട്ടെ. ഇനി എത്ര പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകളൊക്കെ മുന്നോട്ട് വരുമോ എന്നുള്ളത് മറ്റൊരു സംശയമാണ്. അപ്പം ഇതുപോലെയൊക്കെ മനുഷ്യർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആണുങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇതുപോലുള്ള ആണുങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നതും പൈസ തട്ടാനൊക്കെ ഒരിട ഉണ്ടാകുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ പെൺകുട്ടികൾ ചെന്ന് നിന്ന് കൊടുക്കാതിരിക്കുക. ഒരാളെടുത്ത് പരിചയപ്പെടുന്ന സമയത്ത് നമ്മളിൽ നിന്ന് പൈസ അധികമായിട്ട് ഊറ്റുന്നതായിട്ടോ നമ്മളെ ശാരീരികമായിട്ട് അബ്യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നത് പോലെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നിന്ന് കൊടുക്കരുതെന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ചെന്ന് കയറി കൊടുത്തിട്ട് പിന്നെ അവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല.